മലയാള സിനിമയിലെ അവസാന വാക്കായിരുന്നു 2016 ലിബർട്ടി ബഷീർ. ഒരു പതിറ്റാണ്ടായി തിയേറ്ററുകളുടെ സംഘടനാ തലപ്പത്തിരുന്ന് കാര്യങ്ങളെല്ലാം ലിബർട്ടി ബഷീർ തീരുമാനിച്ചു. എന്നാൽ കഴിഞ്ഞ ക്രിസ്മസ് കാലത്തെ അസമയത്തുള്ള സമരപ്രഖ്യാപനം ലിബർട്ടി ബഷീറിനെ ചതിച്ചു. ഇന്ന് ലിബർട്ടി ബഷീർ സിനിമയിൽ ആരുമല്ല. ഇത് തുറന്നു പറയാൻ ലിബർട്ടി ബഷീറിന് മടിയുമില്ല. ദിലീപ് പ്രസിഡന്റും ആന്റണി പെരുമ്പാവൂർ വൈസ് പ്രസിഡന്റുമായി രൂപീകരിച്ച ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന പുതിയ സംഘടന വന്നതാണ് ഇതിനെല്ലാം കാരണം. മലയാള സിനിമയെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ച വിനയനെ കെട്ടുകെട്ടിച്ച അതേ തന്ത്രമാണ് ലിബർട്ടി ബഷീറിനെതിരെയും നടപ്പാക്കിയത്. നിലവിൽ ആരും ലിബർട്ടി ബഷീറിനൊപ്പമില്ല. പുതിയ സിനിമ വേണമെങ്കിൽ ദിലീപിന്റെ ക്യാമ്പിൽ ചേരണം. അത് എല്ലാവരും ചെയ്തു. ദിലീപിന്റെ സംഘടനയുമായി കരാറിൽ ഒപ്പിടാൻ ലിബർട്ടി ബഷീറിന്റെ അഭിമാനം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് വിരമിക്കുകയാണ് ലിബർട്ടി ബഷീർ എന്ന തലശ്ശേരിക്കാരൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.